ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ നല്ല സുഖമായി ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. ഫുള്ള് വേറൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ രീതിയിലുള്ള ഫുഡൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 4 ഐലൻഡ് ടൂറിനാണ് പോകുന്നത്. അപ്പം കാറ് വെയിറ്റിംഗ് ആണ് വെളിയിൽ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. അപ്പം ബാക്കി ഞങ്ങളുടെ ഐലൻഡ് ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വാങ്സൈ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി വഴിയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് എടുത്തേക്കുന്നത്. പക്ഷേ കോർഡിനേഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ടൂർ ഏജൻസി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ബോർഡിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജസ്, സർവീസസ് എല്ലാത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ക്യാരി ചെയ്യണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നത്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഐലൻഡ് ട്രിപ്പിന് പെർ പേഴ്സൺ ഒരു 200 തായ് ബാത്ത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട്. കാര്യം മിക്ക ഏജൻസീസും ഈ ഒരു ഐലൻഡ് ഫീ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് അവർ പാക്കേജ് കോസ്റ്റ് തരുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് പേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതായത് ഒരു തായ് ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 2 to 2.5 റുപ്പീസ് ആ ഒരു റേഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പെർ പേഴ്സൺ 200 തായ് ബാത്ത് നമ്മൾ ഈ ഒരു ഐലൻഡ് ട്രിപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് എല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെയും ട്രാവലേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇവരുടെ തന്നെ ഗൈഡും ലൈഫ് ഗാർഡ്സും എല്ലാവരും ഈ ഒരു ബോട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം 4 ഐലൻഡ് ബീച്ചിൽ ആദ്യത്തെ ബീച്ച് റെയിലേ ബേ ആണ്. ബീച്ചല്ല, ഐലൻഡ്, റെയിലേ ഐലൻഡാണ്. അവിടെ നമുക്കൊരു 10:40, ഞങ്ങളിവിടെ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പം ഒരു 10:40 വരെ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർ സമയം പറഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇത് നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ ദൂരം നടക്കണം. എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് വഴിയെ കാണാം. അപ്പോൾ ബോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നെത്തുന്ന ഒരു എൻഡിങ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോകാനായി ഇറങ്ങി. ഇതാണ് സെക്കൻഡ് ഐലൻഡ്, ചിക്കൻ ഐലൻഡ്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ബോട്ട് ഇതിൻ്റെ അടുത്തായിട്ട് സ്റ്റോപ്പ് ചെയ്ത് തന്നു നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സ്നോർക്കലിംഗ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഇവിടെയുണ്ട്. അതിൻ്റെ ആക്സസറീസും എല്ലാം നമ്മുടെ ഏജൻസി, ഈ പറഞ്ഞ ഏജൻസി തന്നെ കൊടുക്കുന്നതാണ്. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഐലൻഡിലേക്കാണ് പോയത്. ഞാൻ ഈ നിൽക്കുന്നതാണ് അടുത്ത 2 ഐലൻഡ്. കോറ്റബ് ആൻഡ് കോമോർ ഐലൻഡ് എന്ന് പറയും. രണ്ടും അടുത്തടുത്തുള്ള ഐലൻഡാണ്. ആ കാണുന്ന കുഞ്ഞ് ഐലൻഡില്ലേ, അവിടേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ നടന്ന് ചെല്ലാവുന്നതേ ഉള്ളൂ, വെള്ളം കുറവുള്ള സമയത്ത്. അപ്പോൾ ഞങ്ങളിവിടെ ബോട്ട് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ 4 ഐലൻഡ് ട്രിപ്പിൽ ലാസ്റ്റ് ഐലൻഡിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ഐലൻഡിലും ഞങ്ങൾക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാം ഓടി കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചില്ല. ഇതാണ് 4th ഐലൻഡ്, കോപ്പോഡ ഐലൻഡ്. ഇത് കുറച്ച് വലിയൊരു ഐലൻഡാണ്. ഇവിടെയാണ് നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇവർ തന്നെ, ഏജൻസി തന്നെയാണ് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഡ ഐലൻഡിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ 4 ഐലൻഡ് ടൂറിൻ്റെ ലാസ്റ്റ്
ഞാൻ ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് എനിക്ക് എന്താ പറയുക പറഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കണ്ടിട്ട് ജസ്റ്റ് വീഡിയോസ് മാത്രം ഞങ്ങൾ എടുത്തു പോയി. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഐലൻഡാണ് എന്നൊക്കെ ഉള്ളത്. ഈ ലാസ്റ്റ് ഐലൻഡ് ഇവിടെ നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് അവർ തന്നെയാണ് ഫുഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷേ നമുക്ക് വെജാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വെജ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് കൊള്ളില്ലായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങളുടെ കൂടെ ഒരു മലയാളി കപ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഞങ്ങളോട് ഷെയർ ചെയ്തു. അത് അവർ സെപ്പറേറ്റ് വന്നതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നോൺ വെജ് ഐറ്റംസൊക്കെ ഞങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചു. പക്ഷെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നടന്ന്. ഇച്ചിരി വെയിലാണ്, പക്ഷേ നല്ല പോലെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് ഒരു 1:50 തിരിച്ച് കയറാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അതുവരെ ഇവിടെയൊക്കെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചും തന്ന് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായിരുന്നാലും ഈ 4 ഐലൻഡ് ടൂർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്നോർക്കിലിംഗ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്നോർക്കിലിങ്ങിന് ഇറങ്ങാത്തത്. അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം. എന്തായിരുന്നാലും ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. ഈ 4 ഐലൻഡ്സിൽ ബാക്കി 3 ഐലൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വലിയ ഐലൻഡാണ്. നടന്ന് കാണാനൊക്കെ കുറച്ചധികം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ്, വാഷ്റൂം, പിന്നെ നമുക്ക് ചെന്നിരിക്കാനായിട്ട് ചെറിയ ചെറിയ ഹട്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നടന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറങ്ങി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്തത്. പിന്നെ ഇവരുടെ തന്നെ വണ്ടിയിൽ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. ഹായ്. അപ്പോൾ ഞങ്ങൾ ക്രാബി ഐലൻഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തി. അത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ഇവിടെ മഴയുണ്ടായിരുന്നു, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് മാർക്കറ്റിൽ പോയി. ഇന്ന് ആവുനൻ ബീച്ചിൽ പോവാണ്. അപ്പോൾ അവിടെയും എന്തൊക്കെയൊക്കെയോ എന്താ പറയുക കഫേയും നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് പറയുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ആവുനൻ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. ഇതൊരു വലിയ സ്ട്രീറ്റാണ്, നടന്ന് കാണാൻ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ബീച്ചിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഫയർ ഡാൻസ് ഒക്കെ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. അത് കാണാനും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇത് കംപ്ലീറ്റ് കാണാനാണ് പ്ലാൻ. നിറച്ച് കടകളുണ്ട്. 1-2 കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇതിങ്ങനെ നടന്ന് കാണാനും നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഫിനിഷ് ആവുകയാണ്. അതായത് ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്ന പോലെ ആവുനൻ ബീച്ചിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ് അത്രയും ഞങ്ങൾ നടന്ന് കംപ്ലീറ്റ് കണ്ടു. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. തായ് ഫുഡും പിസ്സയുണ്ട്. അവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി പിസ്സയായിരുന്നു. പിസ്സയൊക്കെ കഴിച്ചു. അല്ലാതെ നമ്മൾ തായ് ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങളിതാ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വരും. 9:15 വണ്ടി വരുന്നത്. അപ്പോൾ ഒരു 9-10 ഒക്കെ ആയി. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞു. ഇനി നാളെ ഞങ്ങൾ ഫുക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 10 o'clock വണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് ഫുക്കറ്റിലോട്ട് പോയിട്ട് അവിടെ അതായത് നാളെ തന്നെ കുറച്ച് അവിടുത്തെ സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.